ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കരാണ്. കൊട്ടാരക്കര നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ അടുത്താണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരാളെ കണ്ടു. അപ്പോൾ അതായത് ആ ആൾ ഈ ഒരു കാറിനുള്ളിലുണ്ട്. അപ്പം ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ കൈ കാണിച്ച് വണ്ടി നിർത്തിയതാ. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ താടെ ഈ ഇരിക്കുന്ന ആളെ മനസ്സിലായോ? സന്തോഷടാ. നാളെ മൈക്ക് നോക്കിക്കോട്ടെ. എന്താണ് ഞാൻ ഇന്ന് നമുക്ക് എഴുകോൺ ഒരു പ്രോഗ്രാം. അപ്പൊ അങ്ങനെ കൊട്ടാരക്കര വഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വന്ന് തൊഴുതിട്ടാണ് പോകാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ വന്നപ്പോ അമ്പലം അടച്ചിട്ടേക്കുവാണ്. എങ്കിലും പുള്ളിക്കാരനകത്തുണ്ടല്ലോ. അപ്പൊ ഞാനത് മുന്നേ വന്നപ്പോ എനിക്ക് പരിചയമുള്ള ഒരാൾ. അപ്പൊ ഞാനും ഒരു ചെറിയൊരു അപ്പുറത്തൊരു വീഡിയോ ചെയ്യാൻ പോയിട്ട് ഇവിടെ വരുന്ന വഴിയാ. അപ്പോഴാണ് ഇവിടെ കിടക്കുക. അപ്പൊ ഞാൻ അപ്പുറം വരെ പോയിട്ട് തിരിച്ചു വന്നു. പുതിയ സിനിമ താരമായി മാറി. അതായത് മിനി സ്ക്രീനിൽ നിന്നും ഒരു ബിഗ് സ്ക്രീനിലേക്കൊക്കെ വന്ന് തിളങ്ങി നിൽക്കുകയാണ്. അതായത് ഒരു സിനിമ നടൻ നായകനായിട്ട് ഒരു പടം ആദ്യമായിട്ട് ചെയ്തു. പടം കുഴപ്പമില്ല, നല്ല റിവ്യൂസ് ആയിരുന്നു. പലരും വിളിച്ചു പറഞ്ഞു, കണ്ണൂർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു അത് കണ്ടിട്ട് ഇപ്പൊ വേറൊരു പടം കമ്മിറ്റഡ് ആയിട്ടുണ്ട്. ഓണം കഴിഞ്ഞിട്ട് തുടങ്ങുന്നു. ടൈറ്റിലൊന്നും ആയിട്ടില്ല. അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. എന്തായാലും നമ്മുടെ ഒരു ഇപ്പൊ നമ്മള് നിലവില് മിനി സ്ക്രീനിലും പിന്നെ അത്യാവശ്യം സ്റ്റേജ് ഷോകളോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും നമ്മളൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നത്. ഒരു നടൻ എന്ന് പറയുമ്പോൾ ആ ഒരു സിനിമയുടെ നട്ടലാണ്. അപ്പൊ അത്രത്തോളം ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു സെറ്റിലോട്ട് പോയപ്പോഴുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്. അല്ല, അനുഭവം എന്ന് പറഞ്ഞാലേ അതിനകത്ത് ഉള്ളതൊക്കെ നമ്മുടെ കൂട്ടുകാർ തന്നെയായിരുന്നു. അപ്പൊ ഇതൊരു സിനിമയുടെ ലൊക്കേഷൻ എന്നുള്ള ഒരു തോന്നലില്ലായിരുന്നു. ഒരു 10-20-25 ദിവസം എന്ന് പറയുന്ന എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഒരു നല്ല കമ്പനി ആയിരുന്നു. നമുക്കൊരു എൻജോയ് ചെയ്തു. നമുക്കൊരു സിനിമ അല്ലെങ്കിൽ വലിയൊരു സിനിമയുടെ ഷൂട്ട് ആണ് അങ്ങനെയുള്ള ഒരു തോന്നൽ. അതിപ്പം മോളി ചേച്ചി ആണെങ്കിലും നമ്മുടെ ചളമേരി മോളി ചേച്ചി ആണെങ്കിലും എല്ലാം നമ്മളോട് ഭയങ്കര കൂട്ടായിരുന്നു. അപ്പൊ കൂട്ടായിട്ട് ചെയ്തപ്പോ നമുക്കൊരു ഭയങ്കര ഈ ഷൂട്ട് തീർന്നപ്പോ ഭയങ്കര സങ്കടമായി. എല്ലാവരും പിരിഞ്ഞു പോകണമല്ലോ എന്നുള്ള ടെക്നീഷ്യന്മാർ ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര കമ്പനി ആയിട്ടുള്ള ജോളി ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. അപ്പോൾ അതുപോലുള്ള ടീമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അങ്ങനെയുള്ള ടീമിൻ്റെ കൂടെ ചെന്ന് പെട്ടാൽ നമുക്ക് നല്ല എനർജിയാണ്. അപ്പോൾ ഈ നേരത്തെ കാലങ്ങളിലൊക്കെ ഒരുപാട് പല ഇന്റർവ്യൂകളും പല രസകരമായ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു നായകനായി ഈ ഒരു ലെവലിലോട്ടൊക്കെ വന്നപ്പോഴത്തേനുള്ള എന്തെങ്കിലും ഒരു അനുഭവം, ഒരു രസകരമായ ഒരു അനുഭവം? രസകരമായ അനുഭവം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സ്കൂളിൽ ഇതുപോലെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഇനാഗുറേഷന് പോയായിരുന്നു. അപ്പം അവിടുത്തെ മെയിൻ ടീച്ചർ എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരാ. അപ്പൊ മറ്റേ വേറെ ടീച്ചർ എന്ന് പറഞ്ഞു, സന്തോഷ് ഇപ്പൊ നായകനായിട്ടൊരു പടത്തിൽ ചെയ്തു. പിന്നെ പടം ആ ടീച്ചർ കണ്ടായിരുന്നു. നമ്മുടെ നല്ല പടമാണ്, സന്തോഷാണ് നായകൻ. അപ്പം എന്ന് പറഞ്ഞു. അപ്പം ഈ മറ്റേ മുതിർന്ന ടീച്ചറിനോട് ചോദിച്ചു, എന്താണ് ഏത് പടമാണ്? നമ്മുടെ ചക്കര ഉമ്മ. ഇവരുടെ മുഖം പെട്ടെന്ന് മാറി. ഞാൻ പറഞ്ഞു, അയ്യോ മാഡം, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, സിനിമയുടെ പേരാണ് ചക്കര ഉമ്മ എന്ന് പറഞ്ഞു. അതിന് സത്യം പറഞ്ഞ അവിടെ ഉള്ളവരെല്ലാം ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ ഞാൻ പോരുന്നിടം വരെ അവർ ആ ഒരു ടോക്കിലായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഈ പറയുന്ന സന്തോഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്. പക്ഷേ യാദൃശ്യമായി ഇവിടെ വെച്ച് കണ്ടപ്പോഴും ഇപ്പോൾ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴും നമുക്കൊരു കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം അതാണ് പെട്ടെന്ന് ഞാൻ നിർത്തി ഒരു 2 വാക്കൊന്ന് സംസാരിക്കണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. നമ്മൾ നേരത്തെ ഒരു നേരത്തെ ഒരു കലഞ്ഞൂർ അമ്പലത്തിൽ വെച്ചിട്ട് നമ്മളൊരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. വീണ്ടും അമ്പലത്തിൽ വെച്ച് തന്നെ കാണാൻ പറ്റി. അത് കൊട്ടാരക്കര അമ്പലത്തിലോട്ടായത് മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പം ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വൻ സെറ്റ്. ഇപ്പൊ ഇന്നത്തെ ഇനാഗ്രേഷൻ എവിടെ? ഇന്ന് എഴുകോണ്. അപ്പം ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആള് ഫുള്ള് ബിസിയായി. ഇനിയിപ്പോ അടുത്ത സിനിമ പുതിയതായിട്ട് എല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇനിയിപ്പോ തിരക്കായിരിക്കും. ഇനി ഇറങ്ങാനൊരു സിനിമയുണ്ട്. എന്തായാലും ഇപ്പൊ എന്റെ ഇന്റർവ്യൂവിന് കിട്ടിയത് കാര്യം നിങ്ങൾ വേറെ ലെവലിലോട്ട് പോകുമ്പോൾ നമ്മളെ പോലുള്ളവരൊക്കെ വിളിച്ചാൽ വരും. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും കിട്ടിയ സമയത്ത് എന്തായാലും നമുക്കൊരു ഇന്റർവ്യൂ കിട്ടും. എന്തായാലും കണ്ടതിൽ വളരെയധികം സന്തോഷം. ഇനിയും ഒരുപാട് സിനിമകളിലേക്ക് ഈ നായകവേഷത്തിൽ ഇതുപോലെ തന്നെ പോകട്ടെ. നല്ല നല്ല സിനിമകൾ വരട്ടെ. വലിയ സംവിധായകരോടൊപ്പം ഒരു ഇതുണ്ടാവട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകരും സന്തോഷേട്ടൻ ഈ ഒരു വരാനായിട്ടുള്ള ഒരുപാട് കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഒരു നല്ല നിലയിലെത്തി എന്ന് വന്നു. അപ്പൊ നമുക്കും അതിൽ സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ ഉയരങ്ങളിൽ വരുമ്പോൾ നമ്മളെ കൂടെ കാണണം, നമുക്കൊരു ഇന്റർവ്യൂ ഒക്കെ തരണം എന്ന് മാത്രം പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള ചാനലുകാരാണ് ഇപ്പൊ നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും വലിയ ഉയരങ്ങൾ എത്തട്ടെ. വീണ്ടും ഇതുപോലെ എറണാകുളത്തും ട്രിവാൻഡ്രത്തൊക്കെ വെച്ച് വഴി വെച്ച് തടഞ്ഞു നിർത്തി ഇന്റർവ്യൂ ഉള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.